ഉയർന്ന സാക്ഷരതാ നിരക്കും മികച്ച ആരോഗ്യ പരിരക്ഷയും ഗണ്യമായ മാനവ വികസന സൂചകങ്ങളുമുള്ള ഇന്ത്യയിലെ സാമൂഹിക വികസനത്തിന്റെ മാതൃകയായി വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം നിലവിൽ സമൃദ്ധിയുടെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു. പുരോഗമനപരമായ നയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ ഭൂപ്രകൃതിയിലും സംസ്ഥാനം വളരെ കാലമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത 100 വർഷത്തിനുള്ളിൽ കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായി മാറുന്ന സാഹചര്യം അതിന്റെ നിലവിലെ പ്രതിച്ഛായയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നിർവചനമനുസരിച്ച് മോശം ജീവിത സാഹചര്യങ്ങൾ, ശുദ്ധമായ വെള്ളത്തിനും ശുചിത്വത്തിനുമുള്ള അപര്യാപ്തമായ ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങളുടെ പൊതുവായ അഭാവം എന്നിവയാൽ സവിശേഷമായ തിരക്കേറിയ നഗരപ്രദേശമാണ് ചേരി. ഈ സാങ്കല്പിക സാഹചര്യത്തിൽ കേരളത്തെ ഒരു വലിയ ചേരിയായി പരിവർത്തനം ചെയ്യുന്നത് അതിന്റെ പ്രശസ്തമായ ആരോഗ്യ സംരക്ഷണ, വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ തകർച്ച, വ്യാപകമായ ദാരിദ്ര്യം, ഒരിക്കൽ അഭിവൃദ്ധി പ്രാപിച്ച സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച എന്നിവയെ അർത്ഥമാക്കും. തിരക്കേറിയ നഗരങ്ങൾ, തകരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, പാരിസ്ഥിതിക തകർച്ച, അമിതമായ സർക്കാർ ദുർഭരണം എന്നിവ സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കും. ഈ സാഹചര്യം അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ഒരു മാതൃകാ സംസ്ഥാനത്തിൽ നിന്ന് നഗര നശീകരണത്തിന്റെയും സാമൂഹിക തകർച്ചയുടെയും പ്രതീകമായി കേരളത്തിന്റെ സ്വത്വത്തിൽ ഗണ്യമായ മാറ്റം വരുത്തുകയും ചെയ്യും. സമൂഹം, സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി എന്നിവയിൽ തരംഗങ്ങളുടെ പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരിക്കും. അത്തരമൊരു വിധി മാറ്റിമറിക്കാൻ ഗണ്യമായ ശ്രമം ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായി കേരളം മാറുന്നതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരിക്കും ഭരണത്തിലെ ഇടിവ്. മോശം നേതൃത്വം, അഴിമതി, വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ കാര്യക്ഷമതയില്ലായ്മ എന്നിവ വ്യാപകമായ തെറ്റായ മാനേജ്മെന്റിലേക്ക് നയിക്കും. അവിടെ നിർണായക സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വഷളാകുന്നു. ഒരിക്കൽ ഫലപ്രദമായിരുന്ന സംസ്ഥാനത്തിന്റെ ഭരണം സ്വജനപക്ഷപാതം, ഉത്തരവാദിത്വത്തിന്റെ അഭാവം, സ്ഥാപനപരമായ തകർച്ച എന്നിവയാൽ ബാധിക്കപ്പെടുകയും പൗരന്മാർക്ക് അവശ്യ പിന്തുണ ലഭിക്കാതിരിക്കുകയും ചെയ്യും. പ്രധാന വ്യവസായങ്ങളുടെ തകർച്ച കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയെ അടയാളപ്പെടുത്തും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചരിത്രപരമായി ഗണ്യമായ സംഭാവന നൽകിയ സുപ്രധാന മേഖലയായ വിനോദസഞ്ചാരം, പ്രകൃതി വിഭവങ്ങളുടെ തകർച്ച, സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, അന്താരാഷ്ട്ര നിക്ഷേപത്തിന്റെ അഭാവം എന്നിവ കാരണം തകർന്നേക്കാം. ഒരിക്കൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്ന കാർഷിക മേഖല മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ ക്ഷീണം എന്നിവയാൽ ദുരിതം അനുഭവിക്കുകയും കർഷകരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തേക്കാം. കൂടാതെ ആഗോള സമ്പദ് വ്യവസ്ഥ ദുർബലമാകുമ്പോൾ വലിയ NRI ജനസംഖ്യ അയക്കുന്ന പണമയക്കൽ കുറയുകയും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിർണായക സാമ്പത്തിക ജീവിതരേഖ കുറയ്ക്കുകയും ചെയ്യും. വ്യവസായങ്ങൾ തകരുകയും സമ്പദ് വ്യവസ്ഥ സ്തംഭിക്കുകയും ചെയ്യുമ്പോൾ തൊഴിലില്ലായ്മ റെക്കോർഡ് നിലവാരത്തിലെത്തുകയും വർദ്ധിച്ചു വരുന്ന യുവജന സമൂഹത്തിന് അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. തൊഴിലുകളോ പ്രതീക്ഷകളോ ഇല്ലാതെ ചെറുപ്പക്കാർ കൂടുതലായി മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും ഇത് കേരളത്തിന്റെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന സമ്പത്ത് അസമത്വം ഒരു കടുത്ത വിഭജനം സൃഷ്ടിക്കും. ഒരു ചെറിയ വരേണ്യവർഗം അഴിമതി സമ്പ്രദായങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നു. അതേസമയം ജനസംഖ്യയുടെ ഭൂരിഭാഗവും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നു. ഇത് സാമൂഹികവും സാമ്പത്തികവുമായ തകർച്ചയുടെ ചക്രത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടന വഷളാകുമ്പോൾ നഗരങ്ങളിലെ പട്ടണങ്ങളിലും നഗരക്ഷയം ഉടലെടുക്കും. മോശമായി പരിപാലിക്കപ്പെടുന്ന റോഡുകൾ, അവഗണിക്കപ്പെട്ട പൊതുഗതാഗത സംവിധാനങ്ങൾ, തകർന്ന കെട്ടിടങ്ങൾ എന്നിവ അവഗണനയുടെയും അരാജകത്വത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കും. വൃത്തിയുള്ള തെരുവുകൾക്കും സംഘടിത ആസൂത്രണത്തിനും പേരുകേട്ട ഒരിക്കൽ സജീവമായിരുന്ന നഗര കേന്ദ്രങ്ങൾ കുഴികൾ, ഗതാഗത കുരുക്ക്, സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ എന്നിവയാൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളായി മാറും. അവശ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ജനങ്ങളെ ദൈനംദിന ജീവിതത്തിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാക്കും. തിരക്കേറിയ വാസസ്ഥലങ്ങൾ സാധാരണമായി തീരുന്നതിനാൽ ഭവന പ്രതിസന്ധി ഈ തകർച്ചയെ കൂടുതൽ വഷളാക്കും. ജോലിയും അതിജീവനവും തേടി ആളുകൾ കുടിയേറുന്നതോടെ പാർപ്പിടം ദുർബലമാകുകയും കുടുംബങ്ങൾ മോശം അവസ്ഥയിൽ ജീവിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ശുദ്ധജലം, റിലയബിളായ വൈദ്യുതി, ശരിയായ ശുചിത്വം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ജീവിത നിലവാരം കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഒരിക്കൽ കാര്യക്ഷമമായിരുന്ന ഗതാഗത സംവിധാനങ്ങൾ തകരും. സംസ്ഥാനത്തുടനീളമുള്ള ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകൾ, ബസ്സുകൾ, റോഡുകൾ എന്നിവ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തമാകും. യാത്രക്കാർക്ക് നീണ്ട കാലതാമസം, തിരക്കേറിയ ബസ്സുകൾ, സുരക്ഷിതമല്ലാത്ത റോഡുകൾ എന്നിവ നേരിടേണ്ടി വരും. പരിസ്ഥിതി നാശം വ്യക്തമായി പ്രകടമാകും. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമായതിനാൽ തെരുവുകളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും മലിനീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ജലസ്രോതസ്സുകൾ മലിനമാകുകയും വായുവിന്റെ ഗുണനിലവാരം കുറയുകയും ദൈനംദിന ജീവിതത്തെ അപകടകരമാക്കും വിധം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായി മാറുന്ന സാഹചര്യത്തിൽ ദാരിദ്ര്യത്തിന്റെയും അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഭാരം മൂലം ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തകർന്നു പോകും. ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അമിതമായ സമ്മർദ്ദം നേരിടേണ്ടി വരും. ഇത് ദീർഘമായ കാത്തിരിപ്പ് സമയം, മെഡിക്കൽ സാധനങ്ങളുടെ കുറവ്, തടയാൻ കഴിയുന്ന രോഗങ്ങളുടെ വ്യാപനം എന്നിവയ്ക്ക് കാരണമാകും. മോശം ശുചിത്വവും തിരക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ജലജന്യ രോഗങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ ഉയർന്ന നിലവാരത്തിന് പേരുകേട്ട സ്കൂളുകൾ
വിഭവങ്ങൾ, അധ്യാപകർ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ അഭാവം മൂലം തകരും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതിനാൽ ദാരിദ്ര്യ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾ വേണ്ടത്ര സജ്ജരല്ലാതെ വളരും. സാമൂഹിക ഘടന ദുർബലമാകുമ്പോൾ കുറ്റകൃത്യങ്ങളും നിയമരാഹിത്യവും വർദ്ധിക്കും. വ്യാപകമായ തൊഴിലില്ലായ്മയോടെ നിരാശ ചെറിയ മോഷണം മുതൽ സംഘടിത കുറ്റകൃത്യങ്ങൾ വരെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും. ജീവനക്കാരുടെ കുറവും ധനസഹായക്കുറവുമുള്ള പോലീസ് സേനകൾ ക്രമസമാധാനം നിലനിർത്താൻ പാടുപെടും. അഴിമതി നിയമനിർവഹണത്തിലേക്ക് വ്യാപിക്കുകയും അത് ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യും. നീതി അല്ലെങ്കിൽ സംരക്ഷണത്തെ ആശ്രയിക്കാൻ കഴിയാത്ത പൗരന്മാർ നിരന്തരമായ ഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. കുടിയേറ്റവും അമിത ജനസംഖ്യയും പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയേ ചെയ്യുകയുള്ളൂ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അതിജീവനം തേടി ഇതിനകം തന്നെ ഭാരം കൂടിയ നഗരങ്ങളിലേക്ക് ഇറങ്ങും. തിങ്ങി നിറഞ്ഞ ചേരികൾ സാധാരണമായി തീരും. വിഭവങ്ങളെ അവയുടെ പരിധിയിലേക്ക് തള്ളിവിടും. അതിജീവനത്തിനായുള്ള നിരന്തരമായ പോരാട്ടം കേരളത്തിന്റെ അതുല്യമായ സംസ്കാരവും പൈതൃകവും നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കും. ദൈനംദിന ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള പോരാട്ടം ആധിപത്യം പുലർത്തുന്നതിനാൽ ആളുകൾക്ക് അവരുടെ പാരമ്പര്യങ്ങളും ഭാഷകൾ, കലകൾ എന്നിവ സംരക്ഷിക്കാൻ സമയമോ ഊർജമോ കുറവായിരിക്കും. ഇത് സാംസ്കാരിക തകർച്ചയിലേക്ക് നയിക്കും. ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും മൂലം ദുരിതം അനുഭവിക്കുന്ന കേരളത്തിൽ ദുർബലമായ ഭരണം സാമൂഹികവും രാഷ്ട്രീയവുമായ അസ്ഥിരതയുടെ പ്രാഥമിക ചാലകശക്തികളിൽ ഒന്നായിരിക്കും. ഫലപ്രദമല്ലാത്ത തീരുമാനമെടുക്കൽ, അഴിമതി, ജനങ്ങൾക്ക് നൽകാനുള്ള കഴിവില്ലായ്മ എന്നിവയാൽ അടയാളപ്പെടുത്തിയ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെടും. അവശ്യ സേവനങ്ങളുടെ തകർച്ചയും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിന്റെ അഭാവവും വ്യാപകമായ നിരാശയിലേക്ക് നയിക്കും. ഈ അസ്ഥിരത ക്രമസമാധാന നില തകരുന്നതിന് കാരണമാകുകയും പൗരന്മാരെ ചൂഷണത്തിനും കുറ്റകൃത്യങ്ങൾക്കും ഇരയാക്കുകയും ചെയ്യും. സ്ഥിതിഗതികൾ വഷളാകുമ്പോൾ കേരളത്തിന്റെ ദുർബലത ബാഹ്യ സ്വാധീനങ്ങളെ ആകർഷിക്കും. നിയന്ത്രണം പ്രയോഗിക്കാനുള്ള അവസരം കണ്ട് വിദേശ ശക്തികളോ അന്താരാഷ്ട്ര സംഘടനകളോ മേഖലയുടെ കാര്യങ്ങളിൽ ഇടപെട്ടേക്കാം. ഇത് സാമ്പത്തിക കൃത്രിമം, വിദേശ സഹായം അല്ലെങ്കിൽ രഹസ്യ രാഷ്ട്രീയ ഇടപെടൽ എന്നിവയുടെ രൂപത്തിലാകാം. ഇത് കേരളത്തിന്റെ പരമാധികാരത്തെ കൂടുതൽ നശിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ദുർബലമായ അവസ്ഥ കുറച്ചുപേർക്ക് മാത്രം പ്രയോജനം ചെയ്യുന്ന വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ അതിന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിലേക്കോ നയിക്കുകയും അസമത്വങ്ങൾ ആഴത്തിലാക്കുകയും ചെയ്തേക്കാം. കഷ്ടപ്പാടുകൾക്കിടയിൽ സമൂലമായ ചലനങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ നേടും. തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ, അത് മതപരമോ രാഷ്ട്രീയമോ വിപ്ലവകരമോ ആകട്ടെ, നിരാശരായ ജനങ്ങളെ ആകർഷിക്കും. ജനങ്ങൾ അതിജീവിക്കാൻ പാടുപെടുമ്പോൾ അവരുടെ നിരാശയ്ക്ക് പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ വാഗ്ദാനങ്ങൾ അക്രമവും സാമൂഹിക അസ്വസ്ഥതയും വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് സംസ്ഥാനത്തിന് സ്ഥിരത വീണ്ടെടുക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായി മാറുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശം പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നു. ശരിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും അഭാവം വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, മറ്റു ദുരന്തങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കില്ല. മോശമായി നിർമ്മിച്ച കെട്ടിടങ്ങളും തിരക്കേറിയ വാസസ്ഥലങ്ങളും പ്രകൃതി ദുരന്തങ്ങളിൽ എളുപ്പത്തിൽ തകരുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. വിശ്വസനീയമായ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെയും ദുർബലമായ ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുടെയും അഭാവം ഈ സംഭവങ്ങളോടുള്ള സംസ്ഥാനത്തിന്റെ ദുർബലത വർദ്ധിപ്പിക്കും. ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ഓരോ തവണയും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിലെ പാരിസ്ഥിതിക പ്രതിസന്ധി വഷളാക്കുന്നതിൽ കാലാവസ്ഥാ വ്യതിയാനവും നിർണായക പങ്കുവഹിക്കും. സമുദ്രനിരപ്പ് ഉയരുന്നത് തീരപ്രദേശങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഈ പ്രദേശങ്ങളിലെ ആസൂത്രിതമല്ലാത്ത വികസനം പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യും. കൊടുങ്കാറ്റിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ആഘാതം ലഘൂകരിക്കുന്നതിന് നിർണായകമായ കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും അപജയം സംസ്ഥാനത്തെ കഠിനമായ കാലാവസ്ഥയ്ക്ക് വിധേയമാക്കും. കൂടാതെ ക്രമരഹിതമായ മഴയും വർദ്ധിച്ചു വരുന്ന താപനിലയും കാർഷിക മേഖലയെ തടസ്സപ്പെടുത്തുകയും ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. വിഭവങ്ങളുടെ കുറവ് മറ്റൊരു നിർണായക പ്രശ്നമായിരിക്കും. ജലം, ഭൂമി, ഊർജം എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗം ക്ഷാമത്തിലേക്ക് നയിക്കുകയും പരിമിതമായ വിതരണത്തിനുള്ള മത്സരത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയും ചെയ്യും. മോശം മാലിന്യ സംസ്കരണവും വനനശീകരണവും പരിസ്ഥിതിയെ കൂടുതൽ നശിപ്പിക്കുകയും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ഭക്ഷണം നൽകാൻ കേരളം പാടുപെടുകയും ചെയ്യും. ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയും ചേരി സംസ്ഥാനത്തിൽ നിന്നുള്ള വീണ്ടെടുക്കൽ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. കേരളം കടുത്ത ദാരിദ്ര്യത്തിലും തകർച്ചയിലും അകപ്പെടുമ്പോൾ അത് കൂടുതൽ അന്താരാഷ്ട്ര സഹായത്തെയും ഇടപെടലിനെയും ആശ്രയിക്കും. ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിന് സാമ്പത്തിക സഹായം, ഭക്ഷണം, വൈദ്യസഹായം, സാങ്കേതിക വൈദഗ്ധ്യം എന്നിവ നൽകിക്കൊണ്ട് മാനുഷിക പ്രതിസന്ധിയോട് പ്രതികരിക്കാൻ ആഗോള സമൂഹം നിർബന്ധിതരാകും. എന്നാൽ വിദേശ സഹായത്തെ ആശ്രയിക്കുന്നത് കേരളത്തിന്റെ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തും. സഹായ സംഘടനകളോ വിദേശ സർക്കാരുകളോ സംസ്ഥാനത്തിന്റെ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തും. സഹായത്തിന് താൽക്കാലിക ആശ്വാസം നൽകാൻ കഴിയുമെങ്കിലും വ്യവസ്ഥാപിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് മതിയാകില്ല. ദീർഘകാല ആശ്രിതത്വം സംസ്ഥാനത്തിന്റെ സ്വയം വീണ്ടെടുക്കാനും പുനർനിർമ്മിക്കാനുമുള്ള കഴിവിനെ തടസ്സപ്പെടുത്തും. കേരളത്തിന്റെ തകർച്ച ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലുള്ള പ്രശസ്തിയുടെ അവസാനവും അടയാളപ്പെടുത്തും. ഒരിക്കൽ ശാന്തമായ കായലുകൾ, സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ട സംസ്ഥാനത്തിന്റെ തകർച്ച വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കും.
മോശം അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, പാരിസ്ഥിതിക തകർച്ച എന്നിവ കേരളത്തെ സന്ദർശകർക്ക് ആകർഷകമല്ലാതാക്കുകയും ടൂറിസം വരുമാനത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കുകയും ചെയ്യും. ഈ സാമ്പത്തിക നഷ്ടം സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കുകയും ഹോസ്പിറ്റാലിറ്റി സേവന വ്യവസായങ്ങളിലെ ഉപജീവനത്തെ ബാധിക്കുകയും ചെയ്യും. അതേസമയം സമ്പന്നരായ ജനങ്ങൾ കൂടുതൽ സുസ്ഥിരമായ പ്രദേശങ്ങളിൽ അഭയം തേടി കേരളത്തിൽ നിന്ന് കുടിയേറാൻ തുടങ്ങും. സമ്പന്നരായ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഈ പലായനം പ്രാദേശിക നിക്ഷേപങ്ങൾ കുറയ്ക്കുന്നതിലൂടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുകയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. വിദഗ്ധരായ പ്രൊഫഷണലുകളുടെയും ബിസിനസ് ഉടമകളുടെയും ഒഴുക്ക് കേരളത്തെ വളരെ ആവശ്യമായ കഴിവുകളും സംരംഭകത്വ നേതൃത്വവും നഷ്ടപ്പെടുത്തുകയും വീണ്ടെടുക്കാനുള്ള സാധ്യതയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിന്റെ തകർച്ചയ്ക്കിടയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണത്തിലും വിപ്ലവ നേതൃത്വം ഒരു നിർണായക ഘടകമായി ഉയർന്നു വന്നേക്കാം. സുതാര്യത, പരിഷ്കരണം, ഐക്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കരിസ്മാറ്റിക് നേതാവിനോ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാരുടെ സഖ്യത്തിനോ കൂട്ടായ പ്രവർത്തനം നടത്താൻ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയും. അത്തരം നേതൃത്വത്തിന് ഭരണത്തിലുള്ള വിശ്വാസം പുനർനിർമ്മിക്കുകയും അഴിമതി കൈകാര്യം ചെയ്യുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിരാശയുടെ സമയങ്ങളിൽ പ്രതീക്ഷയും ദിശാബോധവും നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പൊതുസേവനങ്ങൾ എന്നിവയിലെ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം ഒരു മഹത്തായ ദൗത്യമായിരിക്കും. റോഡുകൾ, പൊതുഗതാഗതം, പാർപ്പിടം എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനും ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ശുദ്ധജലം, ശുചിത്വം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും വലിയ തോതിലുള്ള പദ്ധതികൾ ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് മുൻഗണന നൽകുന്നത് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും താമസക്കാരുടെ മൊത്തത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും. സുസ്ഥിരമായ വീണ്ടെടുക്കൽ പാതയ്ക്ക് പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾക്കും പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങൾക്കും ഊന്നൽ നൽകേണ്ടതുണ്ട്. ഹരിത നിർമ്മാണ രീതികൾ, സൗരോർജ്ജം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നഗരങ്ങളെ പുനർനിർമ്മിക്കാൻ കേരളത്തിന് കഴിയും. കാലാവസ്ഥാ വ്യതിയാനം, വിഭവ സംരക്ഷണം, പൊതുജനക്ഷേമം എന്നിവ പരിഗണിക്കുന്ന നഗരാസൂത്രണ സംരംഭങ്ങൾ ദീർഘകാല വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കേരളത്തിന്റെ വീണ്ടെടുക്കലിൽ അന്താരാഷ്ട്ര സഹകരണം നിർണായക പങ്കുവഹിക്കും. UN പോലുള്ള ആഗോള സംഘടനകളുമായോ അന്താരാഷ്ട്ര NGOകളുമായോ പങ്കാളിത്തം വഹിക്കുന്നത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിന് സാമ്പത്തിക വിഭവങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും കൊണ്ടുവരും. പങ്കിട്ട അറിവുകളിലൂടെയും വിഭവങ്ങളിലൂടെയും കേരളത്തിന് വീണ്ടെടുക്കലിലേക്കും നവീകരണത്തിലേക്കും ഒരു പാത തുറക്കാൻ കഴിയും. 100 വർഷത്തിനു ശേഷം കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായി മാറുന്നതിന്റെ സാങ്കല്പിക സാഹചര്യം മോശം ഭരണം, സാമൂഹിക അസമത്വം, പാരിസ്ഥിതിക തകർച്ച എന്നിവയിൽ നിന്നുണ്ടാകുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങൾ അടിവരയിടുന്നു. കേരളത്തിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വിധി അർത്ഥമാക്കുന്നത് അവർ ഇപ്പോൾ ആസ്വദിക്കുന്ന ഉയർന്ന ജീവിത നിലവാരം നഷ്ടപ്പെടുമെന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയുടെ തകർച്ച സംസ്ഥാനത്തെ വ്യാപകമായ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും തള്ളിവിടും. അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള ദൈനംദിന പോരാട്ടം സാമൂഹിക പുരോഗതിക്കും സാംസ്കാരിക സംരക്ഷണത്തിനുമുള്ള ശ്രമങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് ഒരിക്കൽ അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന ഈ സംസ്ഥാനം നഗര നശീകരണത്തിന്റെ പ്രതീകമായി മാറും. സജീവമായ ഭരണത്തിന്റെയും സാമൂഹിക പരിഷ്കരണത്തിന്റെയും നിർണായക പ്രാധാന്യം ഈ സാഹചര്യം എടുത്തു കാണിക്കുന്നു. സുതാര്യത, ഉത്തരവാദിത്വം, മുന്നോട്ടുള്ള ചിന്താ നയങ്ങൾ എന്നിവയാൽ സവിശേഷമായ ഫലപ്രദമായ നേതൃത്വം സംസ്ഥാനത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് അനിവാര്യമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതിനൊപ്പം ഉൾചേർക്കലിന്റെയും സമത്വത്തിന്റെയും അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിന് അത്തരമൊരു ഇരുണ്ട ഭാവി തടയുന്നതിനുള്ള താക്കോലാണ്. കൂടാതെ സുസ്ഥിര വികസന രീതികൾ സ്വീകരിക്കുന്നത് കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കാനും ദീർഘകാല സമൃദ്ധി ഉറപ്പാക്കാനും സഹായിക്കും. സാഹചര്യം ഗുരുതരമാണെങ്കിലും അത് വീണ്ടെടുക്കാനുള്ള സാധ്യതയും അടിവരയിടുന്നു. ശക്തമായ നേതൃത്വം, ആഗോള പങ്കാളികളുമായുള്ള സഹകരണം, സുസ്ഥിര വളർച്ചയ്ക്കുള്ള പുതുക്കിയ പ്രതിബദ്ധത എന്നിവയിലൂടെ കേരളത്തിന് ഈ വിധി ഒഴിവാക്കാനും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് എന്നത്തെക്കാലം ശക്തമായി ഉയർന്നു വരാനുമാകും. കൂട്ടായ പരിശ്രമവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ വീണ്ടെടുക്കലിലേക്കുള്ള പാത ബുദ്ധിമുട്ടാണെങ്കിലും അസാധ്യമല്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.